ഇന്ന് നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് കോയമ്പത്തൂർക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചേട്ടായിനെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടായും കൂടി കോയമ്പത്തൂർക്ക് ബസ് കയറാൻ വേണ്ടിയിട്ട് KSRTC സ്റ്റാൻഡിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു ഹോട്ടലിനകത്ത് കയറി കേട്ടോ. സ്റ്റാൻഡിൻ്റെ അകത്തുള്ള ഒരു ഹോട്ടൽ തന്നെയായിരുന്നു. അവിടെയാണെങ്കിൽ ചപ്പാത്തിയും പൊറോട്ട അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു പൊറോട്ടയും ചേട്ടായാണെങ്കിൽ ഒരു ചപ്പാത്തിയും കഴിച്ചു കേട്ടോ. കാരണം ഇനി അവിടെ ബസ് ഇറങ്ങുമ്പോഴേക്ക് ഏകദേശം നല്ലോണം ലേറ്റ് ആവും. അപ്പോൾ പിന്നെ നമുക്ക് ആ സമയത്ത് അവിടെ ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ബസ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 6:50 നമ്മുടെ ബസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബസ് വന്നപ്പോൾ തന്നെ ഏകദേശം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാൻഡിലാണ് ഞങ്ങൾ ബസ് വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുവാണ്. പക്ഷേ ബസ് ഇങ്ങനെ വരുന്നതും പോകുന്നതും ഒക്കെ കാണാനൊരു രസമായിരുന്നു. അത് നോക്കി നിന്നപ്പോൾ സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ബസ് വന്നു കേട്ടോ. ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള ബസ്. പിന്നെ നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോയമ്പത്തൂരുള്ളൊരു ചേട്ടൻ്റെയും ചേച്ചിയുടെയും വീട്ടിലേക്കാണ്. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോണതാണ്. നാളെ തന്നെ തിരിച്ചു വരും. നമുക്കധികം ലീവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് മറ്റന്നാൾ ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ എന്തായാലും നാളെ തന്നെ ഞങ്ങൾ തിരിച്ചു വരും. അപ്പോൾ ഞങ്ങൾ ബസ് ബുക്ക് ചെയ്ത് റിസർവ് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. ഞങ്ങളവിടെ ഇരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രാത്രിയുള്ള യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചേട്ടായിക്കാണെങ്കിൽ ബസ്സിൻ്റെ ഫ്രണ്ടിലിരിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രൈവറുടെ ഇപ്പുറത്തെ സീറ്റ്. കാരണം നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നല്ല രസമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യണം. അത്യാവശ്യം പോണ വഴിക്ക് നല്ല ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ ഞാൻ കിടന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോയേട്ടോ. പിന്നെ നമ്മളങ്ങനെ പോയി നമ്മുടെ കുതിരാൻ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ ഇപ്പോൾ ബസ് പോകണത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. പിന്നെ ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈവേയുടെ നടുക്കിൽ കൂടെ അല്ലെങ്കിൽ സൈഡിൽ കൂടെ ഒരു തുരങ്കം ഉണ്ടാക്കുക, അതിൽ കൂടെ ബസ് പോകാമെന്നൊക്കെ പറയണത് ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയേക്കണേ. അങ്ങനെ ഒരു 11:30-12 മണിക്കുള്ളിൽ ഞങ്ങൾ ഏകദേശം ഒരു കോയമ്പത്തൂർ എത്തിയിട്ടുണ്ടായിരുന്നു. കോയമ്പത്തൂർ ടൗണിൽ ഞങ്ങളിതാ ബസ് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് നിന്നപ്പോഴേക്കും നമുക്ക് റെഡ് ടാക്സി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കോയമ്പത്തൂരൊക്കെ ആണെങ്കിൽ ഇവിടെ ഊബറോ അല്ലെങ്കിൽ കൊള്ള പോലെ അവിടെ റെഡ് ടാക്സിയാണ് കേട്ടോ. അപ്പോൾ റെഡ് ടാക്സി ബുക്ക് ചെയ്ത് അവരുടെ വീട്ടിലോട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അവരുടെ വീട് അവിടെ നിന്ന് കുറച്ച് ദൂരത്താണ്. അപ്പോൾ ടാക്സിക്ക് പോകണം. അങ്ങനെ നമ്മളൊരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവിടെ എത്തിയിട്ടോ. അവിടെയാണെങ്കിൽ ചേച്ചിയും പിള്ളേരൊക്കെ നമ്മളെ വെയിറ്റിംഗ് ആയിരുന്നു. ഏകദേശം 12 മണി ആയിട്ടുണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ ഉറങ്ങാണ്ട് ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. അവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ടൈമായിട്ട് ഞങ്ങൾ വരണതെന്ന് നോക്കി അവർ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.